പരിശുദ്ധമായ മുഹറം മാസം. ഈ മുഹറം മാസത്തിൽ മൊത്തത്തിൽ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ചില കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, വിശദമായി നമുക്ക് കേട്ടാലോ. വിശുദ്ധമായ മുഹറം മാസത്തിൽ ഒരു 6 ദിക്റുകൾ ഞാൻ പഠിപ്പിച്ചു തരാം. ഒരു 6 ദിക്റ്, പുതിയ ദിക്റൊന്നുമല്ല, നമ്മൾ സ്ഥിരമായി പറയുന്നതാണ്. പക്ഷേ ഓരോ ദിക്റിനും വ്യത്യസ്തമായ ഗുണങ്ങളാണ്, നേട്ടങ്ങളാണ് ഉള്ളത്. ആ ദിക്റുകൾ ഏതൊക്കെയാണെന്ന് ഇൻഷാ അള്ളാഹ് നമ്മളിതാ പഠിക്കാൻ പോവുകയാണ്. മാത്രമല്ല മുഹറം മാസത്തിൽ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ പോയാൽ വലിയ നഷ്ടമാണ്. അതോടൊപ്പം തന്നെ മുഹറം മാസത്തിൽ എന്നല്ല, എല്ലാ മാസത്തിലും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം നമ്മൾ ഇനി പറയാൻ പോകുന്ന 6 തസ്ബീഹുകൾ പറഞ്ഞാൽ നമ്മുടെ ജീവിതം ദുനിയാവിലും വിജയിക്കും, നാളെ ആഖിറത്തിലും വിജയിക്കും. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് കേട്ടാലോ ആ 6 ദിക്റുകൾ ഏതൊക്കെയാണെന്ന്. ലാ ഹൗല, ജീവിതമെപ്പോഴും സ്റ്റൈല, അതിനൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട തെറ്റിപ്പോകരുതേ, അലസതയാലൊഴിക്കരുതേ, ദാരിദ്ര്യരോഗം ഏവനും ഭയക്കുന്നതാ, ലാ ഹൗല ലേഹ്യം മുഴുവനും അതിനുള്ളതാ, 99 രോഗത്തിനിതു നല്ലതാ, ക്ലേശം അതിൽ നിന്നേറ്റവും ലഘുവായതാ. ഒന്നുമില്ലാതിരുന്നൊരു കുടുംബം, പരമദരിദ്രരായിരുന്ന ഒരു കുടുംബത്തിന് ഒരൊറ്റ രാത്രി കൊണ്ട് അള്ളാഹു അതിസമ്പന്നരാക്കിയ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൻ്റെ പിന്നിൽ അവരങ്ങനെ അതിസമ്പന്നരാവാൻ കാരണം ചെറിയ ഒരു തസ്ബീഹാണ്. ഏതാണ് ആ തസ്ബീഹ്, എങ്ങനെയാണത് പറയേണ്ടത്, അതിൻ്റെ അർത്ഥം എന്താണ്, വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. നമുക്കും നാളെ അതിസമ്പന്നനാവാം. ഈ ദിക്ർ പറഞ്ഞോളി. ഏതാണ് ആ ദിക്ർ? ദാ കേട്ടോ. പരിശുദ്ധമായ മുഹറം മാസം. ഈ മുഹറം മാസത്തിൽ നമ്മൾ നോമ്പ് പിടിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ പിടിക്കുന്ന സുന്നത്ത് നോമ്പ് പലപ്പോഴും വെറുതെയാണ്. പിടിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. സുന്നത്ത് നോമ്പ് പിടിക്കുന്നവർ ആ നോമ്പ് നല്ല നോമ്പായി മാറണമെങ്കിൽ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ കാര്യം കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അള്ളാഹു നമ്മളെ എല്ലാവരുടെയും ഈ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കട്ടെ. നിരവധി പേര് ദുആ ചെയ്യാൻ പറഞ്ഞു. അള്ളാഹു എല്ലാവരുടെയും മനസ്സറിയുന്നവനാണ്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് ഹലാലായത്, നിങ്ങളുടെ മനസ്സിലുണ്ട്. എല്ലാം അള്ളാഹു താല അറിയുന്നവനാണ്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിച്ച് തരുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു താല മാറ്റി തരുമാറാവട്ടെ. നമുക്ക് ഇരുലോക വിജയം അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുണ്യമായ മുഹറം മാസം, അൽഹംദുലില്ലാഹ്, ആ മുഹറം മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട അതിശ്രേഷ്ഠതയുള്ള ഓരോ ദിനരാത്രങ്ങളും ഇങ്ങനെ കടന്നു പോവുകയാണ്. നമ്മളൊക്കെ ഒരുപാട് ഇബാദത്ത് എടുക്കുന്നവരാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ പല ആളുകളും പകലാണെങ്കിൽ നോമ്പിലായിരിക്കും, രാത്രിയിലാണെങ്കിൽ ഇപ്പോൾ പരമാവധി ഖുർആൻ ഓത്തിലും മറ്റ് ദിക്റിലും ഔറാദിലൊക്കെ ആയിരിക്കും. എങ്ങനെയാണെങ്കിലും അൽഹംദുലില്ലാഹ് നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് അല്ലാഹു തആല അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ വിശുദ്ധമായി മുഹറം മാസത്തിൻ്റെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും, പ്രത്യേകിച്ച് മഗ്രിബിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ ഉണർത്തലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പറയുന്നതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് നമുക്കൊരു ദിക്ർ പഠിക്കാം. ഈ ഒരു ദിക്ർ പറഞ്ഞാൽ നമുക്ക് അല്ലാഹു തആല ഒരുപാട് നേട്ടങ്ങൾ തരുമെന്നാണ്. ഒരുപാട് നേട്ടങ്ങൾ തരും. ഇപ്പോൾ മുഹറം മാസത്തിൽ നമ്മൾ നോമ്പ് പിടിക്കുന്നവരാണ്. അൽഹംദുലില്ലാഹ്, ഇപ്പോൾ മുഹറം 1 മുതലേ നമ്മൾ നോമ്പ് പിടിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇന്നും ഒരുപക്ഷെ നോമ്പുള്ളവരുണ്ടാകും. അപ്പോൾ ഈ മുഹറം മാസത്തിൻ്റെ നോമ്പ്, ഈ നോമ്പ് പിടിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സുന്നത്ത് നോമ്പാണെങ്കിലും പരമാവധി എന്താണ്, ഈ നോമ്പ് പിടിച്ചുകൊണ്ട് ചെയ്യേണ്ട ചില അമലുകൾ. ഇപ്പോൾ റമളാനിൽ നമ്മൾ നോമ്പ് പിടിച്ചിട്ട് ഇബാദത്തുകൾ നിത്യമാക്കാറുണ്ട്. അതായത് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. പക്ഷെ പല ആളുകളും ഈ സുന്നത്ത് നോമ്പ് പിടിക്കുന്നവരാണെങ്കിലും നോമ്പ് ഇല്ലാത്ത സമയത്തുള്ള സംസാരവും നോമ്പ് ഇല്ലാത്ത സമയത്തുള്ള കാഴ്ചകളും കേൾവികളൊക്കെ, അതായത് സുന്നത്ത് നോമ്പ് പിടിക്കും, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ച സുന്നത്ത് നോമ്പ് ഉണ്ടാകും. പക്ഷെ എന്താണ്, തെറ്റ് ചെയ്യും, ഹറാമായത് കാണും, ഹറാമായത് കേൾക്കും, മറ്റുള്ളവരെ കുറ്റം പറയും. അങ്ങനെ പിടിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മുഹറം 1 മുതൽ 10 വരെയൊക്കെ നോമ്പ് പിടിക്കുന്നവരാണെങ്കിൽ പരമാവധി
തെറ്റുകുറ്റങ്ങളിൽ നിന്നും മുക്തമാവുക, നല്ലത് പറയുക, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഇപ്പം നമ്മുടെ കടയിലൊക്കെ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്നതും കുറവ് പറയുന്നതൊക്കെ പറയുമ്പോൾ മിണ്ടാതിരിക്കും. ഇനി എനിക്ക് നോമ്പാണ് കേട്ടോ, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കണം. ഇന്നിപ്പം നോമ്പ് പിടിച്ചിട്ട് ഏതായാലും ഭക്ഷണം കഴിക്കേണ്ട കാര്യമില്ലല്ലോ, അപ്പോൾ ആ സമയത്ത് കൂടി മറ്റുള്ളവരുടെ പച്ച ഇറച്ചി കഴിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് പറയുന്ന ഞാനും പലപ്പോഴും നിങ്ങളുമൊക്കെ മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇനി മുതൽ നോമ്പ് പിടിച്ചിട്ട് നോമ്പ് മുറിയുന്ന ഒരു കാര്യവും, നമ്മൾ റമദാനിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും, പക്ഷേ ഈ സുന്നത്ത് നോമ്പ് പിടിക്കുമ്പോഴും നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ലത് മാത്രമേ പറയാവൂ. അതുപോലെ തന്നെ എന്താണ്, റമദാനിൽ നമ്മൾ നോമ്പ് പിടിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കുമോ അതുപോലെ ഈ സുന്നത്ത് നോമ്പിന്റെ സമയത്തും ശ്രദ്ധിക്കുക. പരമാവധി സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക. ഇതൊക്കെ ഈ മുഹറം മാസത്തിൽ ചെയ്യേണ്ടതാണ്. സുന്നത്ത് നിസ്കാരങ്ങൾ ഏറ്റവും ഉപരിയായി ഈ മുഹറം മാസത്തെ ഒന്ന് ബഹുമാനിക്കണം, ആദരിക്കണം. ഇപ്പൊ നമുക്കൊരു ബഹുമാനവും ആദരവും ഇല്ലാതെ പോയാൽ, ഇപ്പോൾ ഒരു വസ്തുവിനെ നമ്മൾ ബഹുമാനിക്കുന്നു, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ ബഹുമാനിക്കുന്നു, മറ്റൊരാളെ ബഹുമാനിക്കുന്നില്ല. മുഹറം മാസം കാരണം അള്ളാഹു ആദരിച്ച മാസമാണ്. അള്ളാഹു ആദരിച്ച മാസമായതുകൊണ്ട് നമ്മളും ആദരിക്കലും ബഹുമാനിക്കലും നമുക്ക് വളരെ അനിവാര്യമാണ്. മുഹറം മാസത്തെ ആദരവോടെ ബഹുമാനത്തോടെ ഈ മുഹറം മാസത്തിൽ നന്മ ചെയ്യുമ്പോൾ ഇത് അള്ളാഹ് ആദരിച്ച മാസമാണല്ലോ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരണം. ഈ മുഹറം മാസത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ തോന്നിയാൽ ഇത് അള്ളാഹു ആദരിച്ച മാസമാണല്ലോ, പിന്നെ ഞാൻ എങ്ങനെ തെറ്റ് ചെയ്യും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. മാത്രമല്ല ഈ മുഹറം മാസത്തിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ചെയ്യേണ്ട കാര്യത്തിൽപ്പെട്ടതാണ് എന്ത്? നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുക. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇന്നും പല ആളുകളും പിണക്കത്തിലാണ്. അവർ മുഹറം നോമ്പ് പിടിക്കുന്നവരാ, സ്വതക്ക ചെയ്യുന്നവരാ, ഖുർആൻ ഓതുന്നവരാ, ഈ വർഷം ഹജ്ജ് ചെയ്ത് വന്നവരാ, പക്ഷേ അനിയനോട് മിണ്ടുന്നില്ല, ജ്യേഷ്ഠനോട് മിണ്ടുന്നില്ല. പിന്നെ ആ നോമ്പ് കൊണ്ട് എന്ത് കാര്യം? പിന്നെ ആ അമലുകൾ കൊണ്ട് എന്ത് കാര്യം? അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണേ. നോമ്പ് പിടിച്ചതുകൊണ്ട് ഒരു കാര്യം കിട്ടാൻ പോകുന്നില്ല, ബന്ധങ്ങൾ ചേർക്കാതെ. കാരണം അള്ളാഹുവിലേക്കുള്ള ബന്ധം നമ്മൾ നിസ്കരിക്കുമ്പോൾ നോമ്പ് പിടിക്കുമ്പോൾ അള്ളാഹുവിലേക്കുള്ള ബന്ധം നമ്മൾ ദൃഢമാക്കലാണ്. അള്ളാഹുവിലേക്കുള്ള ബന്ധം ദൃഢമാവണമെങ്കിൽ സൃഷ്ടികളോടുള്ള, നമ്മുടെ മനുഷ്യരോടുള്ള ബന്ധം നമ്മൾ നല്ല രൂപത്തിലാക്കണം. അതിന് നമ്മൾ ഇൻഷാ അള്ളാഹ് ഇനിയുള്ള ദിവസങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ രോഗികളായ ആളുകൾ, അവരെ സന്ദർശിക്കൽ ഈ മുഹറം മാസത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. രോഗികളായ, ഇപ്പം അത് അമുസ്ലിം ആവട്ടെ മുസ്ലിം ആവട്ടെ, പല ആളുകളും ചോദിച്ചു ഈ അമുസ്ലിമീങ്ങൾ രോഗികളായ അവരെ പോയി കാണണം. അതിനിപ്പോൾ എന്താ? നമ്മുടെ അയൽവാസിയായ ഒരു സഹോദരൻ അദ്ദേഹം രോഗിയായി കിടക്കുകയാണെങ്കിൽ നമുക്ക് പുരുഷന്മാർക്ക് പോയി കാണാമല്ലോ. ഒരു സഹോദരി അവർ രോഗിയായി കിടക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് പോയി അവരെ കാണാമല്ലോ. അവർക്ക് വേണ്ടി ദ്വാരക്കണം എന്നാണ്. രോഗിയായ ഒരു മനുഷ്യൻ, അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ, അവർക്ക് വേണ്ടി ദ്വാരക്കണം. അള്ളാഹു താല ശിഫാവ് കൊടുക്കട്ടെ, ആഫിയത്ത് തരട്ടെ എന്ന് അവർക്ക് വേണ്ടി ദ്വാരക്കണം. അതിനും കൂലി കിട്ടുമെന്നാണ്. അപ്പോൾ രോഗസന്ദർശനം മാത്രമല്ല, നമ്മൾ ഈ ഒരു മാസത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നോമ്പ് പിടിച്ച ആളുകളെ തുറപ്പിക്കുക. നമ്മൾ റമദാനിൽ മാത്രം നോമ്പ് തുറ ഒക്കെ നടത്താറുണ്ട്, പക്ഷേ ഈ മുഹറം മാസത്തിലും, കാരണം റമദാൻ മാസം കഴിഞ്ഞിട്ട് പിന്നെ ശ്രേഷ്ഠതയുള്ള മാസമാണ് മുഹറം. അപ്പോൾ ഈ മുഹറം മാസത്തിലും നോമ്പ് പിടിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവരെ നോമ്പ് തുറപ്പിക്കലും പ്രത്യേകം സുന്നത്താണ്. പിന്നെയോ മറ്റൊരു കാര്യമാണ് എന്ത്? സ്വതക്ക കൊടുക്കുക, ദുആ അധികരിപ്പിക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു സ്വതക്ക കൊടുത്തിട്ട് ദുആ ചെയ്താൽ അള്ളാഹു വേഗത്തിൽ ആ ദുആ സ്വീകരിക്കുമെന്നാണ്. ഇപ്പം നമ്മൾ ദുആ ഇറക്കാൻ തുടങ്ങുകയാണെങ്കിൽ പള്ളിയിലേക്കൊരു പൈസ, അല്ലെങ്കിൽ പാവപ്പെട്ടവനെ കണ്ടാൽ അയാൾക്കൊരു പൈസ കൊടുക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴി ഏതെങ്കിലും ഒരാൾക്ക് ഒരു 100 രൂപയോ ഒരു 200 രൂപയോ കൊടുത്തിട്ട് നമ്മൾ ദ്വാരക്ക, ആ ദ്വാ വേഗത്തിൽ അള്ളാഹു താല സ്വീകരിക്കുന്നതാണ്. പിന്നെ പ്രത്യേകം നോമ്പുകാരായ ആളുകളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക? മഗ്രിബ് ബാങ്കിന് തൊട്ട് മുമ്പ് ഇൻഷാ അള്ളാഹ് എന്തായിരിക്കണം? പ്രത്യേകം ദ്വാരക്കണം. കാരണം മുഹറം മാസത്തിലാണ് നിങ്ങളുള്ളത്, സുന്നത്ത് നോമ്പ് പിടിച്ചവരാണ്. അതുകൊണ്ട് വളരെയധികം ദുആക്ക് ഇജാബത്തുണ്ട്. എല്ലാവർക്കും വേണ്ടി ആ സമയത്ത് ദ്വാരക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വിശുദ്ധമായ ഖുർആൻ പാരായണം. നോമ്പുകാരാണെങ്കിലും അതല്ലാത്തവരാണെങ്കിലും മുഹറം മാസത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഖുർആൻ പാരായണമാണ്. പ്രത്യേകിച്ച് സൂറത്ത് യാസീൻ സൂറത്ത് മുഹറം മാസത്തിൽ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു സൂറത്താണ്. യാസീൻ സൂറത്തിന്റെ ശ്രേഷ്ഠത അത് ഒരുപാടുണ്ട്. നമ്മുടെ ഖൽബുൽ ഖുർആൻ അല്ലെ, ഖുർആനിന്റെ ഹൃദയമാണ്. ഖുർആനിന്റെ ഹൃദയമാകുന്ന യാസീൻ സൂറത്തിനെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ അല്ലാഹു തആല നമ്മുടെ ഹൃദയവും അല്ലാഹുവിലേക്ക് ചേർത്ത് വെക്കുമെന്നാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹുലേക്കുള്ള ബന്ധം നമുക്ക് സുദൃഢമാക്കാൻ, നമുക്ക് കൂട്ടി ഉറപ്പിക്കാൻ സൂറത്ത് യാസീൻ മുറുകെ പിടിക്കേണ്ടതുണ്ട്. യാസീൻ സൂറത്ത് ഓതിയാൽ നിരവധി പ്രതിഫലങ്ങളാണ്. ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ആവശ്യം മനസ്സിൽ കരുതിയിട്ട് യാസീൻ സൂറത്ത് പരിശുദ്ധമായ ഈ മുഹറം മാസത്തിലെ രാത്രിയിലോ പകലിലോ ഓതിയാൽ അവനിക്ക് അല്ലാഹു തആല ഒരുപാട് നേട്ടങ്ങൾ കൊടുക്കും. പിന്നെയോ ഈ മുഹറം മാസത്തിലെ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളിൽ മറ്റൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം. കാരണം ഇത് അള്ളാഹു ആദരിച്ച, അള്ളാഹു ബഹുമാനിച്ച
മാസമാണെന്നൊക്കെ നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ മോശപ്പെട്ട കാര്യങ്ങൾ കാണാനോ അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനോ നിൽക്കരുത്. ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ പ്രത്യേകിച്ച് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം, അതായത് മുഹറം മാസത്തിലെ ഇനിയുള്ള മഗ്രിബ് നമസ്കാരത്തിന് ശേഷം നമ്മുടെ വീട്ടിലാണെങ്കിൽ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിലും അവിടെയും നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, മഗ്രിബ് നമസ്കാരം ഒരിക്കലും ഖളാ ആക്കരുത്. അത് പരമാവധി ജമാഅത്തോടുകൂടി നിസ്കരിക്കുക. ഇശാ നിസ്കാരം, അതിനുശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, പിന്നെ നമ്മുടെ സുബ്ഹി നമസ്കാരം, ഇതൊക്കെ പരമാവധി വഖ്തുകൾക്ക് തന്നെ, അതായത് ഖളാ ആക്കാതെ തന്നെ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെയോ മഗ്രിബിന് ശേഷം ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് എന്ത്, നമ്മൾ പറഞ്ഞല്ലോ യാസീൻ സൂറത്ത് ഓതുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, മഗ്രിബിന് ശേഷം നമ്മൾ ഹദ്ദാദ് ഓതൽ പതിവാക്കുക. ഹദ്ദാദ്, അത് ഇപ്പോൾ എന്താണ്, നമ്മൾ പഴയ കാലം തൊട്ട് നമ്മുടെ വല്ലുപ്പമാരും വല്ലുമ്മമാരൊക്കെ ഓതുന്നുണ്ട്. ഈ ഹദ്ദാദ് പൂർണ്ണമായും ഓതാൻ പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക, അതിലുള്ള പ്രധാനപ്പെട്ട, ഇപ്പോൾ ഫാത്തിഹ നമുക്കറിയാം, ആയത്തുൽ കുർസി അറിയാം, ആമന റസൂലും അറിയാം, അതിൻ്റെ പ്രധാനപ്പെട്ട ചില ദിക്റുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഒരു മനുഷ്യൻ മുഹറം മാസത്തിൻ്റെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഈ ഒരു ദിക്ർ 3 പ്രാവശ്യം പറഞ്ഞാൽ, അതോടൊപ്പം തന്നെ 3 ദിക്ർ, ഒന്ന് ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം, ഈ ദിക്ർ പറഞ്ഞു. പിന്നെ രണ്ടാമത് അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, ഈ ദിക്ർ നമുക്കറിയാമല്ലോ, ഒന്നുകൂടി പറയാം, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. മറ്റൊരു ദിക്റാണ് റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ. അപ്പോൾ 3 ദിക്ർ, ഈ 3 ദിക്റുകൾ അതിശ്രേഷ്ഠമാണ്. പ്രത്യേകിച്ച് മുഹറം മാസത്തിൻ്റെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം നമ്മൾ യാസീനൊക്കെ ഓതിയിട്ട് അല്ലെങ്കിൽ പറ്റുന്ന സമയത്ത് നമ്മൾ ഈ ഒരു 3 ദിക്ർ 3 പ്രാവശ്യം വീതം പറയൽ നമ്മൾ മറക്കാതിരിക്കുക. കാരണം വീട്ടിൽ നമ്മൾ പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവർ, അല്ലെങ്കിൽ ഗർഭിണികളായ സഹോദരിമാരുണ്ടെങ്കിൽ അവർ പ്രത്യേകം ഈ 3 ദിക്റും പറയൽ നല്ലതാണ്. പിന്നെയോ നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാൽ ഇന്ന് റോഡുകളൊക്കെ വളരെ മോശമാണ്. എന്താണ്, പല സ്ഥലങ്ങളിലും നമ്മൾ വാഹനം ഓടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എതിരെ വരുന്ന വാഹനം ഒന്ന് അശ്രദ്ധമായാൽ നമുക്ക് പല അപകടങ്ങളും ഉണ്ടാവാം. അതുകൊണ്ട് നമ്മുടെ കാര്യം സേഫ് ആവണം, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന്റെ കാര്യം രക്ഷയുണ്ടാവണം. അതിനൊക്കെ പറ്റിയ 2 ദിക്റാണ് നമ്മളിവിടെ പറഞ്ഞത്. ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇതൊരു ദിക്റാണ്. മറ്റൊരു ദിക്ർ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ഒന്നുകൂടി, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അല്ലാഹുവേ, നിന്റെ കലിമത്തുകളെല്ലാം കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുന്നു, എല്ലാ ഷർറിനെ തൊട്ടുള്ള കാവൽ, എല്ലാ ഷർറിനെ തൊട്ടുള്ള കാവൽ. ഇത് രണ്ടും നമ്മൾ മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും സുബ്ഹി നമസ്കാരത്തിന് ശേഷവും പറഞ്ഞാൽ ആ ദിവസം മുഴുവനും അള്ളാഹുവിന്റെ കാവലിലായിരിക്കും. പ്രത്യേകിച്ച് മുഹറം മാസത്തിന്റെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ചെയ്യേണ്ട ഒന്ന്, മഗ്രിബ് നമസ്കാരം ജമാഅത്തോടു കൂടി ഖളാ ആക്കാതെ നിസ്കരിക്കുക. 2 സൂറത്ത് യാസീൻ ഓതുക. മൂന്നാമത്തേത് ഈ 3 ദിക്റുകളും നമ്മൾ മുടങ്ങാതെ മുഹറം മാസത്തിലേക്ക് മാത്രമല്ല എല്ലാ ദിവസവും നമുക്ക് ഓതാം. പ്രത്യേകിച്ച് നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ, വാഹനങ്ങളിൽ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത്, അതുപോലെ കടകളിലിരിക്കുമ്പോൾ, വീട്ടിലിരിക്കുമ്പോൾ, നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴൊക്കെ ഈ ദിക്ർ മുറുകെ പിടിക്കുക. 3 എണ്ണം. ഒന്ന് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. രണ്ടാമത്തേത് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ഇനി പറയാൻ പോകുന്ന ഈ 3ാമത്തെ ദിക്ർ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം നമ്മുടെ ഈമാൻ ഉറക്കും, മോശമായ ചിന്തകളിൽ നിന്നുള്ള കാവൽ കിട്ടും. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ. റളീതു, ഞാൻ തൃപ്തിപ്പെട്ടു, ബില്ലാഹി റബ്ബൻ, അല്ലാഹു എൻ്റെ റബ്ബാണെന്ന് ഞാൻ തൃപ്തിപ്പെട്ടു, വബിൽ ഇസ്ലാമി ദീനൻ, എൻ്റെ മതം പരിശുദ്ധമായ ഇസ്ലാമാണ്, വബി മുഹമ്മദിൻ നബിയ്യ, എൻ്റെ റസൂല് അത് മുത്തായ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നു അർത്ഥം വരുന്ന ഈ ഒരു ദിക്റും നമ്മൾ പറയാൻ മറന്നു പോവണ്ട. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കൂലേ. അപ്പോൾ നിസ്കാരം, പിന്നെ നമ്മുടെ മക്കൾ വീട്ടിലുണ്ടാകും, അവരെയും ഈ കാര്യങ്ങളൊക്കെ ഉണർത്തുക. എത്ര പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാലും എന്താ പറയുക, ഒരു പേജെങ്കിലും വിശുദ്ധമായ ഖുർആൻ അല്ലെങ്കിൽ ഒരു ആയത്തുൽ കുർസിയെങ്കിലും ഓതിയിട്ട്, അല്ലെങ്കിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് തുടങ്ങാൻ പറയണം. പ്രത്യേകിച്ച് CMA ഒക്കെ പഠിക്കുന്ന, MBA ഒക്കെ പഠിക്കുന്ന, MA ഒക്കെ പഠിക്കുന്ന, അത് ഡിഗ്രി പഠിക്കുന്ന, 10ാം ക്ലാസ്, +1, +2, അത് ഏത് ക്ലാസ് ആവട്ടെ, എല്ലാ മക്കളോടും പഠിക്കാനിരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇത് മുഹറം മാസമാണ്, ഈ സമയങ്ങളിൽ മഗ്രിബിന് ശേഷം എന്തായാലും ഒരു ഫാത്തിഹ ഓതിയിട്ട് വേണം നമ്മൾ പഠിക്കാനിരിക്കാൻ. അങ്ങനെ ഇരുന്നാൽ നമുക്ക് വലിയൊരു ഖൈറുണ്ടാകും. പഠിക്കുന്നത് നമ്മുടെ തലയിൽ, ബ്രെയിനിൽ അത് ഉറച്ചിരിക്കുമെന്നാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെയോ നമുക്ക് ഈ മുഹറം മാസത്തിൽ ഇപ്പോൾ മഗ്രിബ് നമസ്കാരത്തിന്
ശേഷം നമ്മൾ 2 ദിക്ർ പറയാറുണ്ട് അല്ലേ? മഗ്രിബ് നമസ്കാരത്തിന് ശേഷം, അത് മുഹറം മാസത്തിൽ ഒരിക്കലും ഒഴിവാക്കരുത്. മഗ്രിബ് നമസ്കാരം സലാം വീട്ടിയ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സലാം വീട്ടിയ ഉടൻ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 10 പ്രാവശ്യം പറയൽ സുന്നത്താണ്. അതോടൊപ്പം തന്നെ അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന ആ ഒരു ദിക്ർ ഒരു 7 വട്ടം പറയലും സുന്നത്താണ്. ഏത് നിസ്കാരത്തിന് ശേഷം? മഗ്രിബ് നമസ്കാരത്തിന് ശേഷം സലാം വീട്ടിക്കഴിഞ്ഞ് അതേ രൂപത്തിൽ, കൂടുതലൊന്നും അനങ്ങാതെ, അനക്കം വരാതെ അതേ ഇരുത്തത്തിൽ തന്നെ, ആ അത്തഹിയാത്തിന്റെ ഇരുത്തത്തിൽ തന്നെ 10 പ്രാവശ്യം ഏതോദണം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 7 പ്രാവശ്യം ഏതോദണം അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുവേ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് മോചനം തരണേ എന്ന് ഒരു മനുഷ്യൻ അവൻ ദുആ ചെയ്താൽ അവന്റെയും നരകത്തിന്റെയും ഇടയിൽ അല്ലാഹു ഒരുപാട് വർഷം വിദൂരമാക്കി കൊടുക്കുമെന്നാണ്. അപ്പോൾ ഇതൊക്കെ പറയുക. ഇപ്പോൾ നമ്മൾ എത്ര ദിക്ർ പറഞ്ഞു? ഒന്ന് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. രണ്ടാമത്തേത് അഊദു ബികലിമാത്തില്ലാഹി താമാത്തി മിൻ ശർരി മാ ഖലഖ്. മൂന്നാമത്തേത് റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ. നാലാമതായി നമ്മൾ പഠിച്ചത് മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും സുബ്ഹി നമസ്കാരത്തിന് ശേഷവും സലാം വീട്ടി ഉടൻ തന്നെ കൂടുതൽ സംസാരിക്കാതെ, അനങ്ങാതെ അങ്ങനെ തന്നെ ഇരുന്നിട്ട് എന്ത് പറയണം? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് 4ാമത്തെ ദിക്ർ. അതുപോലെ 5ാമത്തെ ദിക്ർ അല്ലാഹുമ്മ അജിർനി മിനന്നാർ. ഇനി ഒരു ദിക്ർ കൂടി ഞാൻ പറഞ്ഞു തരാം. മുഹറം മാസത്തിലെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം നമ്മൾ ചെയ്യേണ്ട അതിപ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ഇനി പറയാൻ പോകുന്നത്. ഈ ദിക്റുകൾ മാത്രമല്ല, ഒരുപാട് സ്വലാത്തുകൾ, പിന്നെ വിശുദ്ധമായ ഖുർആനിലെ ഓരോ സൂറത്ത് ദുഖാൻ ഉണ്ട്, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിയ, ആയത്തുൽ കുർസി, ലൗ അൻസൽന, അതുപോലെ ലഖദ് ജാഅക്കും എന്ന് തുടങ്ങുന്ന സൂറത്ത് തൗബയുടെ അവസാനത്തെ ആയത്ത്, സൂറത്തുൽ കാഫിറൂൻ. ഇതൊക്കെ ഓതൽ ഒരുപാട് ശ്രേഷ്ഠതയുള്ളതാണ്, ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നതാണ്. ഇനി അവസാനമായി 6ാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ദിക്റാണ്. ഏത് ദിക്റാണെന്നറിയോ? ഈ ദിക്ർ ഒരു മനുഷ്യൻ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? ചൊല്ല് ലാ ഹൗല, ജീവിതമെപ്പോഴും സ്റ്റൈല, അതിനൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട, തെറ്റിപ്പോകരുതേ അലസതയാലൊഴിക്കരുതേ. ചൊല്ല് ലാ ഹൗല, ജീവിതമെപ്പോഴും സ്റ്റൈല, അതിനൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട, തെറ്റിപ്പോകരുതേ അലസതയാലൊഴിക്കരുതേ. മഹാനായ തഴവ ഉസ്താദ് പാടുന്നു, തീർന്നോ ഇല്ല ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ, ലാ ഹൗല ലേഹ്യം മുഴുവനും അതിനുള്ളതാ, 99 രോഗത്തിനിതു നല്ലതാ, ക്ലേശം അതിൽ നിന്നേറ്റവും ലഘുവായതാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ. അത് കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിലെ നിധികളിൽ പെട്ട ഒരു നിധിയാണ്. ആ നിധിയാകുന്ന ഈ ഒരു ദിക്ർ ഈ മുഹറം മാസത്തിൽ മഗ്രിബിന് ശേഷം ഒരു മനുഷ്യൻ ഓതിയാൽ അവനിക്ക് അല്ലാഹു കൊടുക്കാത്ത ഒരു നന്മയുമില്ല. എല്ലാ നന്മകളും അവനിക്ക് അല്ലാഹു കൊടുക്കും. ഇപ്പോൾ 99 രോഗത്തിന് ശിഫയാണെന്ന് പറഞ്ഞു. അതായത് ടെൻഷൻ, മനക്ലേശം, മനപ്രയാസം, അതുപോലെ തന്നെ ഡിപ്രഷൻ, അതുപോലെ അലസത, മടി എല്ലാം മാറാൻ, അതുപോലെ കടം, സാമ്പത്തികമായ ഭദ്രതയുണ്ടാവാൻ, കടങ്ങൾ മാറാൻ, അതൊക്കെ ഈ ഒരു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ കൊണ്ട് പറ്റും. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു സ്വഹാബി വരുന്നു. ആരാണ്? മഹാനായ ഔഫ് ബിൻ മാലിക്കിൽ അശ്ജഈ റളിയല്ലാഹു തആല അൻഹു വരികയാണ്. എന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാനും എൻ്റെ കുടുംബവും വലിയ സങ്കടത്തിലാണ്. എന്താണ് സങ്കടം? ഞങ്ങൾക്കൊരു മോനുണ്ട്, അവൻ്റെ പേര് നാഫി എന്നാണ്. ആ നാഫിനെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, നമ്മുടെ ശത്രുക്കൾ വന്ന് പിടിച്ചു കൊണ്ടുപോയി നബിയേ. അങ്ങോട്ടാണ് കൊണ്ടുപോയതെന്നറിയില്ല, അവൻ്റെ അവസ്ഥ എന്താണെന്നറിയില്ല. ഞങ്ങൾ ഭയങ്കര ബേജാറാണ്, ഞങ്ങൾ വലിയ സങ്കടത്തിലാണ്. എന്താണ് അവനെ തിരിച്ചു കിട്ടാനുള്ള വഴി? ഒരു വാപ്പ വന്ന് പറയുന്നൊരു വർത്തമാനമാണ്, ഒരു വാപ്പ വന്ന് വരുന്ന സങ്കടമാണ്. വാപ്പാക്ക് എത്ര സങ്കടമുണ്ടെങ്കിൽ ആ ഉമ്മാക്ക് എത്ര സങ്കടമുണ്ടാകും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? അശ്ജഈ തങ്ങളോട് പറയുകയാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അത് നിങ്ങൾ മുറുകെ പിടിച്ചോ, നീയും നിന്റെ വീട്ടുകാരും അത് പറഞ്ഞോ എന്ന് നബി തങ്ങൾ പറഞ്ഞു. വേറെ ഒന്നും നബി തങ്ങൾ പറഞ്ഞില്ല. അത് പറയോളം പറഞ്ഞു, അല്ലാതെ നമുക്ക് പോയി അന്വേഷിക്കാം, ഇപ്പൊ പോകാം എന്നൊന്നും പറഞ്ഞില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ചൊല്ലിക്കണം പറഞ്ഞു.
ആ സ്വഹാബി ഓടി വീട്ടിലേക്ക് ഓടി ചെന്ന് തൻ്റെ ഭാര്യയോട് പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഓതാനാണ്. അങ്ങനെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം രണ്ടുപേരും ഇരുന്നിങ്ങനെ പറയാൻ തുടങ്ങി, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. മഹാനവറുകളും മഹാന്റെ ഭാര്യയും ഇങ്ങനെ പറയാൻ തുടങ്ങി. അതിങ്ങനെ പറഞ്ഞ് ഇശായിന്റെ സമയമായി. രണ്ടുപേരും ഇശാ നിസ്കരിച്ചു, അല്പം ഭക്ഷണം കഴിച്ചു, വീണ്ടും പറയാൻ തുടങ്ങി, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇങ്ങനെ പറഞ്ഞ് സുബഹി ബാങ്ക് മഹാനായ ബിലാലുൽ മുഅദ്ദിൻ തങ്ങള് ആ പള്ളി മിനാരങ്ങളിൽ നിന്നും അതിങ്ങനെ വിളിച്ചു പറയുന്നു അല്ലെ. ബാങ്കിന്റെ ധ്വനി കേട്ടപ്പോൾ മഹാനായ അശ്ജഈ റളിയല്ലാഹു തആല അൻഹു, മഹാനായ സ്വഹാബി പറയുകയാണ്, ഭാര്യയോട് പറഞ്ഞു, നമ്മുടെ മകൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലല്ലോ, ഞാനിതാ പള്ളിയിലേക്ക് പോവുകയാ, നബി തങ്ങളോട് പറയണം ഇതുവരെ അവൻ തിരിച്ചു വന്നിട്ടില്ലെന്ന്, അതുകൊണ്ട് ഞാൻ പള്ളിയിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അന്ന് രാത്രി അവർ ഉറങ്ങിയിട്ടില്ല. ആ വാപ്പയും ഉമ്മയും ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ദിക്ർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം മഹാനായ സ്വഹാബി അതാ തൻ്റെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി തൻ്റെ വീടിൻ്റെ വാതിൽ തുറന്നു നോക്കുന്ന സമയത്ത് കാണുന്നത് തൻ്റെ പൊന്നുമോൻ അവിടെ നിൽക്കുന്നതാണ്. ആ മകനെ കെട്ടിപ്പിടിച്ചു, ചുടുചുംബനങ്ങൾ കൊടുത്തു, ഉമ്മയും വാരി പുണർന്നു. നോക്കുമ്പോൾ വീടിൻ്റെ പുറത്ത് ഒരുപാട് ആടുകളുടെ കരച്ചിൽ, ഒട്ടകങ്ങളുടെ കരച്ചിൽ. മഹാനായ ഔഫ് ബിൻ മാലിക് അശ്ജഈ തങ്ങൾ തൻ്റെ വീടിൻ്റെ വാതിലിങ്ങനെ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ആ വീടിൻ്റെ ചുറ്റിനും ഇങ്ങനെ ഒരുപാട് ആടുകൾ, എണ്ണം പറയുന്നത് 4000-ഓളം ആടുകളും 100 ഒട്ടകങ്ങളും ഉണ്ടെന്നാണ്. ചോദിച്ചു, മകൻ ഇതെവിടെ നിന്നാണ്? നിന്നെ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയതല്ലേ, ഇതെവിടെ നിന്നാണ്? ആ സമയത്ത് നാഫി എന്ന മകൻ പറയാൻ തുടങ്ങി, വാപ്പാ എന്നെ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയി, അവരുടെ സങ്കേതത്തിൽ കൊണ്ടുപോയി എന്നെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ആ സമയത്ത് രാത്രിയായപ്പോൾ കൊള്ളക്കാരെല്ലാവരും യവന്മാരൊക്കെ കള്ളു കുടിച്ചിട്ട് മത്ത് പിടിച്ച് കിടക്കുക. എനിക്ക് എന്താണെന്നറിയില്ല, എന്തോ ഒരു അത്ഭുത സിദ്ധി പോലെ എൻ്റെ കയറുകൾ അഴിക്കാനുള്ള ഒരു ത്വാക്കത്ത് എനിക്കുണ്ടായി. ഞാൻ എൻ്റെ കയറുകൾ അഴിച്ച് ഞാൻ തിരിച്ചു ഓടി നമ്മുടെ വീട്ടിലേക്ക്. ഓടുന്ന സമയത്ത് ഞാനൊന്ന് ചിന്തിച്ചു, ഞാൻ എന്തിനാണ് ഇങ്ങനെ വെറും കൈയോടെ ഓടിപ്പോകുന്നത്? തിരിച്ച് ഞാൻ അങ്ങോട്ട് ചെന്ന സമയത്ത് ചില കൊള്ളക്കാർ എന്നെ കണ്ടു. ഞാൻ അവരോട് മൽപ്പിടുത്തം നടത്തിയെന്നാണ്. ഞാൻ അവരെ കീഴ്പ്പെടുത്തുക മാത്രമല്ല, അവരുടെ സമ്പത്തായിരുന്ന ഈ ആടും ഒട്ടകവും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോന്നു. ആ സമയത്ത് ആ സ്വഹാബി പറഞ്ഞു, മോനെ നീ പോകുന്നത് നന്നായി, പക്ഷെ ഈ ആടിനെയും ഒട്ടകത്തെയും എന്തിനാ കൊണ്ടുവന്നത്? അത് കൊള്ളക്കാരുടേതല്ലേ, നമുക്കെന്തിനാണ്? ആ സമയത്ത് മഹാനവായ ആ അശ്ജഈ തങ്ങളുടെ ഭാര്യ പറഞ്ഞു, അത് അവൻ കൊണ്ടുവന്നതല്ലേ, അത് നമുക്കെടുക്കാം. അങ്ങനെ പറ്റൂല, കാരണം ഇത് നമുക്ക് അർഹതപ്പെടാത്ത സമ്പത്തല്ലേ. നേരെ പള്ളിയിലേക്ക് പോയി. സുബഹി നമസ്കാരം കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാര്യം പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അശ്ജഈ നിന്റെ മകനും നിനക്കുള്ളതാണ്. ആ മകൻ കൊണ്ടുവന്ന 4000 ആടും 100 ഒട്ടകവും അതും നിങ്ങൾക്കുള്ളതാണ്. കാരണം നിന്റെ മകൻ അത് കട്ടുകൊണ്ടുവന്നതല്ല, മറിച്ച് അത് കൊള്ളക്കാരോട് യുദ്ധം ചെയ്ത് അത് യുദ്ധമുതലാണ്, അത് ഗനീമത്ത് സ്വത്താണ് എന്ന് പറഞ്ഞ് ആ സ്വഹാബിയെ മടക്കി അയക്കുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരന്മാരായ ഒരു ചരിത്രം നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ചരിത്രം ഇത് ആ മഹാനായ സ്വഹാബിക്ക് ഇത്രമാത്രം ഒരു പ്രതിഫലം കിട്ടാൻ എന്തേ കാരണം? ലോട്ടറി അടിച്ചതല്ല. ലോട്ടറി അടിച്ചെന്ന് പറയാം. ഏത് ലോട്ടറി? ലാ ഹൗല ലോട്ടറി അടിച്ചതാണ്. അതുകൊണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഇതൊരു പാഠമാണ്. പരിശുദ്ധമായ ഈ മുഹറം മാസത്തിൽ മഗ്രിബിന് ശേഷം തുടങ്ങിക്കോ പറയാൻ. എന്ത് പ്രശ്നമുണ്ട്, പ്രശ്നങ്ങൾ മനസ്സിൽ കണ്ടിട്ട് ഇത് മാറണമെന്ന് മനസ്സിൽ കരുതി പറഞ്ഞോ, ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ വലിയ സഹായം നമുക്ക് എപ്പോഴും ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സഹായം നമുക്ക് എപ്പോഴും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നത് ഏതെങ്കിലും ഇടിവെട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം കേൾക്കുമ്പോൾ ചൊല്ലുന്നതല്ലേ. പണ്ടുള്ള ഉമ്മമാരൊക്കെ എന്തെങ്കിലും ഇടിവെട്ട് കേൾക്കും, അല്ലാഹു ലാ ഹൗല വലാ എന്നൊക്കെ പറയാം. ഇപ്പോൾ ഈ കോമഡി പരിപാടിക്കാരും ചില മിമിക്രിക്കാരൊക്കെ എന്താണ് ഈ പാരമ്പര്യ മുസ്ലിമീങ്ങളെ അനുകരിക്കുമ്പോൾ ലാ ഹൗല വലാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാറുണ്ട്. ഒരുപക്ഷെ അത് കളിയാക്കലാവാം, ചിലപ്പോൾ അത് വെറുതെ പറയുന്നത് എന്തുമാവട്ടെ. പക്ഷെ അങ്ങനെ നമ്മൾ തള്ളിക്കളയേണ്ട ഒരു വാക്കല്ല. അതുപോലെ തന്നെ ഇടിവെട്ട് കേൾക്കുമ്പോൾ മാത്രം പറയേണ്ട വാക്കല്ല. ഇതെല്ലാ സമയത്തും നമുക്ക് പറയാം. അത് സന്തോഷത്തിൻ്റെ സമയത്ത്, ദുഃഖത്തിൻ്റെ സമയത്ത്, എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ പറഞ്ഞാൽ എന്താണോ നമ്മുടെ പ്രയാസം അത് അള്ളാഹു മാറ്റി എന്താണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് നൽകുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എന്താ അതിൻ്റെ അർത്ഥം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലാഹുവേ എനിക്കൊരു കഴിവുമില്ല, എനിക്കൊരു ശക്തിയുമില്ല, നിന്റെ കഴിവാണ് കഴിവ്, നിന്റെ ശക്തിയാണ് ശക്തി.
ആ ഒരൊറ്റ വാക്കാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതിൻ്റെ കൂടെ നമ്മൾ അലിയിൽ അദീം, ഉന്നതനും പ്രതാപശാലിയുമായ അല്ലാഹു. അപ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നത് 99 രോഗങ്ങൾക്കുള്ള മരുന്നാണ്. നമുക്ക് ഡിപ്രഷനും ടെൻഷനൊക്കെ മാറാൻ പറ്റിയ, പിന്നെ നമ്മുടെ മക്കൾക്ക് നമുക്ക് മന്ത്രിച്ചു കൊടുക്കാൻ പറ്റിയ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇതൊക്കെ ഒരു 11 വട്ടം വീതം പറഞ്ഞ് നമുക്ക് മന്ത്രിച്ച് നമ്മുടെ മക്കൾക്ക് കൊടുത്താൽ നമ്മുടെ മക്കൾക്ക് നല്ല എന്താ പറയുക അനുസരണയും നല്ല സ്വഭാവ മഹിമയും നമുക്കും ഒരു ഖൈറും ബറക്കത്തും ഉണ്ടാവാൻ ഈ ഒരൊറ്റ ദിക്ർ മതി. അതുകൊണ്ട് ഈ മുഹറം മാസത്തിൽ തന്നെ തുടങ്ങിക്കോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം പറയാൻ, പ്രത്യേകിച്ച് മഗ്രിബിന് ശേഷം ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമ്മൾ ഇജാബത്ത് കൊടുക്കാറുണ്ട്. നമ്മൾ സാധാരണ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് നമ്മൾ അറിയാതെ പറയുന്നുണ്ട്. എപ്പോൾ? ബാങ്കിൻ്റെ ഇജാബത്തിൽ. സത്യത്തിൽ അങ്ങനെയാണോ? ഇപ്പോൾ ബാങ്കിൻ്റെ ഇജാബത്ത് പറയുമ്പോൾ നമ്മൾ അല്ലാഹു അക്ബർ പറയുമ്പോൾ നമ്മൾ തിരിച്ചും അതേ രൂപത്തിൽ തന്നെയാണ് മറുപടി പറയാറ്. അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ തിരിച്ചും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറയുമ്പോൾ നമ്മൾ തിരിച്ചു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഹയ്യ അലസ് സ്വലാ പറയുമ്പോൾ നമ്മൾ തിരിച്ച് ഹയ്യ അലസ് സ്വലാ അല്ല പറയുന്നത്. അവിടെ എന്ത് പറയും? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? അതെ, അങ്ങനെയാണ്. മുഅദ്ദിൻ ഉസ്താദ് ഹയ്യ അലസ് സ്വലാഹ്, നമ്മൾ എന്ത് പറയും? ഹയ്യ അലസ് സ്വലാ എന്നല്ല പറയാതെ. അതുവരെ നമ്മൾ മുഅദ്ദിൻ എന്താണോ പറഞ്ഞത് അത് തിരിച്ചു പറഞ്ഞ നമ്മൾ ഹയ്യ അലസ് സ്വലാ പറയുമ്പോൾ എന്ത് പറയും? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അത് കഴിഞ്ഞ് ഹയ്യ അലൽ ഫലാഹ്, അവിടെ നമ്മൾ എന്ത് പറയും? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. എന്തായിരിക്കും അവിടെ അങ്ങനെ പറയാനുള്ള കാരണം? ഹയ്യ അലസ് സ്വലാ, നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരൂ എന്നാണ് മുഅദ്ദിൻ ഉസ്താദ് വിളിക്കുന്നത്, അല്ലേ? നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരൂ. അപ്പോൾ നമ്മൾ തിരിച്ച് ഹയ്യ അലസ് സ്വലാ പറഞ്ഞാൽ അവിടെ ആ രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ല. അതായത് ഹയ്യ അലസ് സ്വലാ പറയുമ്പോൾ നിസ്കാരത്തിലേക്ക് വരൂ, ഹയ്യ അലൽ ഫലാ വിജയത്തിലേക്ക് വരൂ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ തിരിച്ചെന്ത് പറയണം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അതാണ് നമ്മൾ പറയേണ്ടത്, അതാണ് നമ്മൾ പറയുന്നത്. അത് പറയാനുള്ള കാരണം ഈ ലാ ഹൗലയുടെ അർത്ഥം എന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അല്ലാഹുവേ, എനിക്കൊരു കഴിവുമില്ല, എനിക്കൊരു ശക്തിയുമില്ല, നീ തന്ന കഴിവല്ലാതെ, നീ തന്ന ശക്തിയല്ലാതെ. അതായത് ബാങ്ക് കേട്ടിട്ട് പള്ളിയിൽ പോവാൻ അല്ലാഹുവേ നീ തന്നെയാണ് എനിക്ക് ശക്തി തരേണ്ടത്, നീ തന്നെയാണ് എനിക്ക് ഖുവത്ത് തരേണ്ടത്, നീ തന്നെയാണ് എനിക്ക് അവസരം തരേണ്ടത് എന്ന് തിരിച്ച് നമ്മൾ മറുപടി പറയുകയാണ്. അത് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്. ഹയ്യ അലസ് സ്വലായൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ പറയുന്നുണ്ട്. പക്ഷെ എന്താണ് അതിൻ്റെ പുറകിലുള്ള രഹസ്യമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് പഠിച്ചു വെച്ചോ. കാരണം നമ്മൾ അനങ്ങുന്നതും അടങ്ങുന്നതും എല്ലാം, നമ്മൾ ഒന്ന് അനങ്ങുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, ഇതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്, അള്ളാഹുവിൻ്റെ ഖുവത്ത് കൊണ്ടാണ്, അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ശക്തി കൊണ്ടാണ്. അപ്പോൾ അള്ളാഹു താഴെ നമുക്ക് ശക്തി തന്നാലാണ് നമുക്ക് നിസ്കരിക്കാൻ പറ്റൂ, നമുക്ക് വിജയത്തിലേക്ക് പോകാൻ പറ്റൂ. അതാണ് നമ്മളവിടെ ആ ഇജാബത്തിന് മറുപടിയായിട്ട് ലാ ഹൗല പറയാനുള്ള കാരണം. ഇപ്പൊ തന്നെ നമുക്കൊരു 3 പ്രാവശ്യം പറഞ്ഞാലോ? ഇന്നും എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് നമ്മളോട് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ വീഡിയോകൾക്ക് താഴെ നിരവധി പേരാണ് വിഷമങ്ങൾ പറയുന്നത്, സങ്കടങ്ങൾ പറയുന്നത്. അല്ലാഹു തആല എല്ലാവരുടെയും വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റി എല്ലാവിധ ഖൈറും സമാധാനവും കൊടുക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു തആല ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല എല്ലാ വിജയങ്ങളും എല്ലാ ബറക്കാത്തുകളും നൽകി നമ്മുടെ ജീവിതം അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഇങ്ങനെ നമുക്ക് സന്തോഷത്തോടു കൂടി നല്ലൊരു ജീവിതം അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നൽകുമാറാവട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ ചെയ്യേണ്ട അമലുകളൊക്കെ നിത്യമായി മുടങ്ങാതെ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു തആല തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.